എം ഡി വാസു എന്ന അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ. ഇപ്പോൾ ഇറങ്ങിയതാണ്. അദ്ദേഹം ICUവിലാണ്. ഇപ്പോൾ ഈ 2 ദിവസം മുമ്പ് ഇവിടെ അഡ്മിറ്റ് ചെയ്തത് ശ്വാസതടസ്സം കൊണ്ടാണ്. അപ്പോൾ അത് മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്ക് പറയാവുന്നൊരു കാര്യം അത് ക്രിട്ടിക്കലാണ്. ഞാൻ കാണുമ്പോൾ അദ്ദേഹം ഈ ഓക്സിജൻ മാസ്ക് വെച്ച് കണ്ണടച്ച് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ നഴ്സിനോട് ചോദിച്ചു, ഉറങ്ങുകയാണോ, വിളിക്കണ്ടല്ലോ? അപ്പോൾ പറഞ്ഞു ഉറങ്ങല്ല, വിളിച്ചോളൂ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ തോളത്ത് തട്ടിയിട്ട് വിളിച്ചു. അപ്പോൾ ഇന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞു. അതിനൊന്നും യാതൊരു പ്രതികരണമില്ല. പിന്നെ ആ നഴ്സ് വന്നിട്ട് വിളിച്ചു, ഇന്ന ആൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഒരു പ്രതികരണമില്ല. അദ്ദേഹത്തിന് ശരീരത്തിൽ പ്രാണവായു, ഓക്സിജൻ കുറവാണ് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ ഒന്നും പറയാൻ കഴിയാത്തൊരു സന്നിഗ്ധാവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ടോ മയക്കം കൊണ്ടോ ആയിരിക്കും കണ്ണ് തുറക്കാഞ്ഞത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മക്കൾ ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ ഓർമ്മയും കഥയൊക്കെ ഉണ്ട്, പക്ഷേ സംസാരിക്കാനോ ശരീരം ചലിപ്പിക്കാനോ ഒന്നുള്ളൊരു ശേഷി ഉള്ളതായിട്ട് തോന്നിയില്ല. പക്ഷേ നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ ആരോഗ്യസ്ഥിതി മോശമായാലൊക്കെ തന്നെ ഈ യന്ത്രസഹായത്തോടു കൂടി അത്തരം ചികിത്സകൾ വേണ്ട എന്ന് നേരത്തെ അദ്ദേഹം വ്യക്തമാക്കിയെന്ന് എവിടേക്കോ വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതായിട്ട് മാഷിൻ്റെ അറിവിലുണ്ടോ? എന്നോട് പറഞ്ഞിട്ടില്ല, പിന്നെ പറഞ്ഞിരിക്കാം. പൊതുവേ MT ഈ തരത്തിലുള്ള സംഗതികൾക്ക് വലിയ താല്പര്യമുള്ള ആളല്ല. പറഞ്ഞിരിക്കാം, എന്നോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞതായിട്ടും ആരും എന്നോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞിരിക്കാം. ഞാൻ ഇതിനു മുമ്പും വന്നിരുന്നായിരുന്നു. നിർഭാഗ്യവശാൽ അതെ അത് മൂത്ത മകള് സിതാര, അവള് അമേരിക്കയിലാണ്. അവളും ഭർത്താവും മകനുമുണ്ട്. കിരൺ എന്നാണ് മകൻ്റെ പേര്. അവർ ഒരു 10 ദിവസം മുമ്പ് സിതാര വന്നു. അപ്പം അന്ന് MT രണ്ടാമത്തെ മകൾ അശ്വതിയുടെ വീട്ടിലായിരുന്നു. അവിടെ വന്നിട്ട് അവൾ കണ്ടു. 3 ദിവസം അച്ഛനോട് താമസിച്ചു. അവൾ തിരിച്ചുപോയി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ടാമത്തെ മകൾ അശ്വതിയുടെ ഭർത്താവ് ശ്രീകാന്തും അവരുടെ മകൻ മാധവും ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ MT രവീന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ ചെറിയമ്മയുടെ മകൻ, അദ്ദേഹത്തിന് വരാൻ വയ്യാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകളുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾ രാമകൃഷ്ണൻ, സതീശൻ, അവരുടെയൊക്കെ കുടുംബാംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മാഷൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മാഷ് പറഞ്ഞതാണ്. ഓർമ്മയുണ്ട്, കഥയുണ്ട്, ഏറെ ആശ്വാസകരമായ വാക്കുകളാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴും പ്രാണവായുവിൻ്റെ സഹായത്തോടെയാണ് തുടരുന്നത്. കാരശ്ശേരി മാഷ് മുകളിൽ പോയി തിരിച്ചു വന്നതാണ്. മാഷ് നേരത്തെയും കണ്ടിരുന്നു. മാഷിന് മുമ്പും കണ്ടിട്ടാണ്. മാഷ് നേരത്തെ കഴിഞ്ഞതാണ് കൂടുതൽ ബുദ്ധിമുട്ടിലായിരുന്ന സമയത്ത് മാഷ് കണ്ടു, എന്നിട്ടാണ് മാഷ് തിരിച്ചു വന്നത്. ഇപ്പോൾ മാഷ് പറയുമ്പോൾ നമ്മളിപ്പോഴുള്ളവർക്കൊക്കെ, മുഴുവൻ മലയാളികൾക്കും ആശ്വസിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം മാഷ് പറഞ്ഞ 2 വാക്കുകളാണ്. ഓർമ്മയുണ്ട്, കഥയുണ്ട്. മാഷെ മനസ്സിലായി, പക്ഷേ മാഷോട് സംസാരിക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥ നിലനിൽക്കുന്നു. പക്ഷേ അത് ആ വിധത്തിൽ തന്നെ തുടരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. റിയാസ് MTയെ കാണാൻ പോവുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്ന് മാത്രമാണ് സംസാരിക്കുക എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നമ്മളോട്. 3ാം നിലയിലാണ്, ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ 3ാം നിലയിലാണ് MT കിടക്കുന്നത്.